ഹായ് ഗായ്സ്, വെൽക്കം ടു ഗീതു ആൻഡ് സാമുവൽസ് ചാനൽ. അപ്പം ഇന്നൊരു ചെറിയ ലോങ് വീഡിയോ ഇടാമെന്ന് കരുതി. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയല്ലോ, നമ്മളും ക്രിസ്മസ് ട്രീ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്താകെ ഈ ചെറിയ ചെറിയ ബോൾസും നല്ല ഭംഗിയല്ലേ, ഈ രണ്ട് കളർ കോമ്പിനേഷൻ. ഇതൊക്കെ ഒരു 1-2 വർഷമായതാണ്, 2 വർഷത്തിൽ കൂടുതലായതാണ്. നമ്മൾ വളരെ സൂക്ഷിച്ച് വെച്ച് ഇങ്ങനെ യൂസ് ചെയ്യുവാണ്. ഈ നൂല് കിട്ടിയത് പണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതൊക്കെ നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെച്ചു. ഇത് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ മാലയാണ്, ബൾബ്. ഇതൊക്കെ ഇത് കത്തുമ്പോൾ നല്ല ഭംഗിയാണ്, കുറച്ചുകൂടെ ഭംഗിയാണ് കേട്ടോ. ഇങ്ങനെ കാണാനും നല്ല രസമാണ്. ഈ സ്റ്റാറൊക്കെ ഒരുപാട് വർഷമായതാണ് കേട്ടോ. അതിൻ്റേതായ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് മതി, നമുക്ക് ഈ അകത്ത് വയ്ക്കാൻ. ഒരു മനുഷ്യൻ കാണാനില്ല, അകത്ത് കയറി വരുന്നവർ മാത്രമേ ഇത് കാണത്തുള്ളൂ. അപ്പം എന്നാ പറയുന്നത്, അപ്പോൾ ഇത്രയൊക്കെ മതി. നമ്മുടെ ക്രിസ്മസ് ഇങ്ങനെയൊക്കെയാണ്. പിന്നെയും ചെറിയ ചെറിയ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ വട്ടം ഇട്ട സാധനമാണ്. പിന്നെ ഇതേണ്ട അങ്ങേയറ്റത്തൊരു ചെറിയ ട്രീ കണ്ടോ ആ മൂലയിൽ. പിന്നെ ഇതേ ഈ ഒരു സ്നോയുടെ ഒരു സ്പാർക്ലിങ് പോലത്തെ ഇങ്ങനത്തെ ഒരു സാധനം, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പോലെ ഇട്ടതാണ്. പിന്നെ ഇവിടെയും കുറച്ച് ബൾബ് മാലയൊക്കെ ഉണ്ട്, അത് നല്ല രസമാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്നോയുടെ ഇതുണ്ട്. ഈ ഒരു മെറൂൺ കളർ കാണാൻ നല്ല രസമാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ക്രിസ്മസ് നമ്മൾ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. വേറൊരു സാധനമുണ്ട്, നമ്മൾ കഴിഞ്ഞ കൊല്ലം ഇങ്ങനെ ലൈറ്റ് ചെറിയത് കാണിച്ചില്ലേ, അതും കൂടെ കാണിച്ചു തരാവേ. ഈ മെറി ക്രിസ്മസ് എന്ന് എഴുതിയ ഇതൊക്കെ ഇപ്പോഴും കത്തും കേട്ടോ. ഇത് നമ്മൾ വളരെ സൂക്ഷിച്ച് എങ്ങനെ വെക്കുന്നു അതുപോലെ ഇരിക്കും. ഇത് ചാർജൊന്നും തീർന്നിട്ടില്ല. ഇത് കണ്ടോ, ഇത് രാത്രിയിൽ അതിൻ്റെ ഭംഗി. ഇത് കണ്ടോ, മെറി ക്രിസ്മസ്, ആ ഗിഫ്റ്റ് ബോക്സ്, പിന്നെ എന്താ പറയുന്നത് ഈ സാന്റാക്ലോസ്, നല്ല രസമല്ലേ കാണാനായിട്ട്. അപ്പോൾ ഇതൊന്നും എന്നാ പറയുന്നത് കത്തിയിലേലും കാണാനായിട്ടൊരു ഭംഗിയാണ്. അപ്പം നമ്മളിങ്ങനെ ചെറിയ രീതിയിൽ ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കൊരു ക്രിസ്മസിന് അങ്ങോട്ട് ശരിയാകുന്നില്ല. ക്രിസ്മസിന് ചെറിയ നമുക്ക് 2 ഗസ്റ്റ് ഉണ്ട്. നിങ്ങൾ നമ്മുടെ പല വീഡിയോസിലൊക്കെ കണ്ടു കാണും. നമ്മുടെ ആൻറ്റിമാർ, ഒരു എൻ്റെ ആൻറ്റിയും പിന്നെ ഫ്രണ്ടും കൂടെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവരെ നമ്മൾ പല സ്ഥലത്തും ഇങ്ങനെ ദുബായിയൊക്കെ ചുറ്റി കാണിക്കുകയാണ്, ദുബായിലും ഷാർജയിലും ഒക്കെ. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു ട്രിപ്പ് ഇങ്ങനെ അവർക്ക് പോകണമെന്ന് ആഗ്രഹിച്ച് കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ പോകുന്നത് ഒരു ഡെസേർട്ട് സഫാരിക്കാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നേരത്തെ പോയിട്ടുണ്ട്, വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ പ്രൈവറ്റായിട്ടാണ് പോകുന്നത്. ലൈക്ക് നമ്മൾ സ്വന്തമായിട്ട് ഒരു ടാക്സി അറേഞ്ച് ചെയ്ത് അവിടെ ചെന്ന് ഇറങ്ങും. എന്നിട്ട് നമുക്കവിടെ കുറേ കാര്യങ്ങളൊക്കെ ഫ്രീ ഉണ്ട്. അങ്ങനെ നമ്മൾ ആ പാക്കേജിൻ്റെ അകത്തുള്ളതാണ്. അതെല്ലാം നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യും. അത് ഈ ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ട് അറിയാതെ കൈ അങ്ങനെ വരുന്ന. അപ്പോൾ അങ്ങനെ നമ്മൾ അതെല്ലാം ഒന്ന് കാണും. അപ്പം നമുക്കിനി അങ്ങോട്ട് ഇറങ്ങുമ്പോൾ കാണാം. ഞാൻ ഇച്ചിരി മേക്കപ്പൊക്കെ അടിച്ചിട്ടുണ്ട്. ഇച്ചിരി ലിപ്സ്റ്റിക്കൊക്കെ ഇതേണ്ടേ, മാൾസിൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ എടുത്ത് അടിച്ചേക്കുന്നത്. പിന്നെ കാരണം ഇന്നാൾ ഞാൻ ഇത് കാണിച്ചിട്ടുണ്ട്. ഇത് ഇച്ചിരി ചുണ്ടേ കിടന്നോളും. ആ ഒരു കഴിച്ചാലും ഒക്കെ നമ്മുടെ ആ ഒരു സ്റ്റെയിൻ അവിടെ കിടക്കും. പിന്നെ എന്നാ പറയുന്നത്, ബാക്ക്ഗ്രൗണ്ട് ക്രിസ്മസ് ട്രീ വെക്കാമെന്ന്. ക്രിസ്മസ് ട്രീ എൻ്റെ പകുതി വരെയുള്ളൂ. എനിവേ പിന്നെ എന്നാ പറയുന്നത്, പിന്നെ കണ്ണൊക്കെ ഒന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു കമ്മലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇച്ചിരി നെയിൽ പോളിഷൊക്കെ അടിച്ചിട്ടുണ്ട്. ഇതൊക്കെ പുതിയതായിട്ടോ, ആൻറ്റി കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് പരസ്പരം മാച്ചില്ല. നമുക്ക് ഈ കൊച്ചു പിള്ളേർക്ക് എന്നാ പറയുന്നത്, ഓരോ സാധനങ്ങൾ കിട്ടുമ്പോൾ നമ്മളതെല്ലാം എടുത്ത് എല്ലാ സ്ലൈഡും ഒരുമിച്ച് കുത്തത്തില്ല. ആ ഒരു അവസ്ഥയിലാണ്. ഇപ്പോൾ എല്ലാ സാധനവും ഇട്ട് അവിടെ ഇവിടെ എല്ലാം ഉണ്ട്. ഒന്നും മാച്ചല്ല. ആക്ച്വലി ഇത് റെഡാണ്. അപ്പോൾ അടിക്കേണ്ട സാധനവും റെഡ് ആയിരുന്നു, കയ്യേലും അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ എന്നാ പറയുന്നത്, കിട്ടിയതെല്ലാം കൂടെ അവിടെ ഇവിടെയൊക്കെ അങ്ങ് വാരി പൂശിയിട്ടുണ്ട്. ആ കിട്ടിയ സാധനങ്ങളുടെയൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ, നമ്മുടെ ക്രിസ്മസ് ഗിഫ്റ്റിൻ്റെ വീഡിയോ. ഇപ്പം നേരെയില്ല, അതുകൊണ്ടാണ് ചെയ്യാത്തത്. അപ്പോൾ ഇനി നമുക്ക് ഡെസേർട്ട് സഫാരിക്ക് പറ്റുവാണെങ്കിൽ പോകുന്ന വഴി കാണിക്കാം, അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് ഇനിയിപ്പോൾ പതുക്കെ ആ ഭാഗത്തേക്ക് കിടക്കാം. ഓക്കെ. അപ്പം എന്താ, ഞാൻ സവാരി പോകാനായിട്ട് ഇറങ്ങി. ഈ ബാഗിൻ്റെ ഇത്ര വീർത്തിരിക്കുന്നത് എന്നാന്ന് വെച്ചാൽ കണ്ടോ, ഇവിടുന്ന് രാവിലെ പോയവരാരും സ്വെറ്റർ കൊണ്ടുപോയില്ല. അപ്പം ഇപ്പോൾ അവർ താഴെ വെയിറ്റ് ചെയ്യും. അപ്പം ഞാൻ സ്വെറ്റർ എല്ലാവരുടെയും എടുത്തതാണ്. അപ്പം ഡെസേർട്ടിലൊക്കെ ചിലപ്പോൾ നല്ല തണുപ്പായിരിക്കുമല്ലോ. അപ്പം അത്രയേ ഉള്ളൂ കാര്യം. അങ്ങനെ നമുക്കുള്ള വണ്ടി വന്നു. നമ്മുടെ ഡ്രൈവർ പുറത്തേക്ക് പോയേക്കുവാണ്. അപ്പോൾ ഇതേ ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ കൂടെയുള്ളവരൊക്കെ ദേറ സിറ്റി സെൻറ്ററിൻ്റെ അവിടുന്ന് കയറും. അവർ രാവിലെ മറ്റേ ബിഗ് ബസ്സേ ടൂറിന് പോയതാണ്. അപ്പോൾ അവർ അവിടുന്ന് കയറും. അപ്പോൾ എന്നെ ഇവിടെ നിന്ന് പിക്ക് ചെയ്തു. ഇനി നമുക്ക് അവർ കയറുമ്പം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും.
എൻ്റെ സീറ്റ് ബെൽറ്റ് ആണോ? അയാളുടെ സീറ്റ് ബെൽറ്റ് അയാൾക്ക്. അങ്ങനെ ഞങ്ങൾ ഡെസേർട്ടിലെത്തി. കുതിരയും ഇതാണ് നമ്മുടെ ക്യാമ്പ്. ഞാൻ ഉള്ളിലോട്ട് കയറുമ്പോൾ കാണിക്കാം. ഒരുപാട് ആൾക്കാരുണ്ട്, പല നാഷണാലിറ്റീസ് ഉണ്ട്. നമുക്ക് ഈ ക്യാമൽ റൈഡ് ഫ്രീ ആണ്. അപ്പോൾ അത് വെയിറ്റ് ചെയ്യാണ്, അത് കയറാനായിട്ട് അവർ പോവുക. പിന്നെ പല ഇതുണ്ട്. ഈ ബാക്കി കുതിരയുടെ മണ്ടേ കയറാനൊക്കെ എക്സ്ട്രാ ആണ് ചാർജ്. കയറി, മുന്നിൽ കയറിയിരി. യാ യുണീക്ക് ഡെസേർട്ട് ടൂറിസം. ഇതാണ് നമ്മുടെ ക്യാമ്പ്. ഞാൻ പെട്ടെന്ന് ഒരു നിമിഷം മറന്നുപോയി വീഡിയോ എടുക്കുന്ന കാര്യം. നമ്മൾ അകത്തേക്ക് കയറുവാണേ. സോ ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം. നമുക്കിനിയും ഓരോ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. ദേ അവിടെ ഇങ്ങനെ ഒരു സീറ്റിംഗ് ഏരിയ ഉണ്ട്. ചെറിയ ഷോപ്പിങ്ങിനൊക്കെയുള്ള വകയുണ്ട്. ഒരു ഹാർട്ടുണ്ട് ഫോട്ടോ എടുക്കണമെങ്കിൽ. There is a stage where the dance and all take place. പ്രൈവറ്റ് ബുഫേയുടെ ഏരിയ അതാണ്. ക്യാൻ സി അല്ലേ? അവിടെ എഴുതി മനസ്സിലാകുന്നില്ല അല്ലേ? പ്രൈവറ്റ് ബുഫേ എന്ന് എഴുതിയേക്കുന്നു. അത് 6:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. പോയി അടിക്കൂ. യുണീക്ക് ഡെസേർട്ട്. ഇവിടെ ദേ ഇങ്ങനെ ഇതൊക്കെ ഉണ്ട്. ദേ ഇതുപോലെ ഊഞ്ഞാലൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. പിന്നെ ഇതേണ്ട അവിടെ ഇങ്ങനെ ദുബായ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാം. സാമൂഹ്യ ഇതേണ്ട മറ്റേ പിന്നെ സാൻഡ് ബോർഡ് അത് ചെയ്യാൻ വേണ്ടിയിട്ട് അതുമൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. കുറേ നേരമായി മല കയറാൻ തുടങ്ങിയിട്ട്, ഇതുവരെ അങ്ങ് എത്തിയിട്ടില്ല. അത്ര ഇങ്ങോട്ടേക്ക് വാ, ഇവിടെ വന്ന് ഏറ്റവും മേളി വാ. നാറാണത്ത് ഭ്രാന്തൻ കല്ലുരുട്ടി കയറ്റുന്ന പോലെ ആശാൻ അവിടെ നിന്ന് കഷ്ടപ്പെടുക. ഇച്ചിരി പാടാണ് ഇതിൻ്റെ അകത്തോട് നടക്കാനായിട്ട്. നമ്മൾ ഷൂസ് ഇടണമായിരുന്നു, നമ്മളത് ഓർത്തില്ല. നോർമൽ ചപ്പലിട്ടുകൊണ്ടാണ് പോകുന്നത്. കാലിങ്ങനെ നല്ലതായിട്ട് പൊതഞ്ഞു പോവുക. താമിൽ തുഴഞ്ഞു ഇങ്ങനെ വരുന്നുണ്ട്. അയ്യോ
അപ്പോൾ ഇതായിരുന്നു ലാസ്റ്റ് പ്രോഗ്രാം. ഫയർ ഡാൻസ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇയാൾ നല്ലതായിട്ട് കുറേ അഭ്യാസമൊക്കെ കാണിച്ചു. അത് കഴിഞ്ഞ് ലാസ്റ്റ് അങ്ങേരെ ആ മലയുടെ മുകളിലോട്ട് ഓടിക്കയറി ആ ദുബായിൽ നിന്ന് എഴുതിയേക്കുന്നതിന് സാധാരണ തീ കൊളുത്തി ആണ് അത് എൻഡ് ചെയ്യുന്നത്. പക്ഷേ മേ ബി തണുപ്പൊക്കെ പിടിച്ചിട്ടായിരിക്കും അത് കത്തുകയില്ല. അപ്പോൾ പുള്ളി തന്നെ സ്വന്തമായിട്ടൊരു അവിടെ ഒരു അഭ്യാസം കാണിച്ച് അത് സ്റ്റോപ്പ് ചെയ്ത് ഈ ഒരു ഷോസ് എൻഡ് ചെയ്ത്. നല്ല രസമായിരുന്നു. എല്ലാം നല്ലതായിരുന്നു കേട്ടോ. ഫുഡൊക്കെ നല്ലതായിരുന്നു. മൊത്തത്തിൽ എല്ലാ പ്രോഗ്രാംസൊക്കെ നല്ലതായിരുന്നു. നമുക്കൊന്ന് ഒരു തവണയിലും എല്ലാവർക്കും ഈ ദുബായിലൊക്കെ വരുന്നവർക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഒരുപാട് ടൂറിസംസ് ഉണ്ട്. എവിടെ വേണേലും ബുക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾക്കിത് VIP ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം ഇത് നല്ലൊരു അനുഭവമാണ്. പിന്നെ എന്നാ പറയുന്നത്, ഇപ്പം കുറച്ചുകൂടെയൊക്കെ എക്സ്ട്രാ ചാർജ് കൊടുത്താൽ നമുക്ക് പിന്നെയും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡെസേർട്ട് സഫാരി. താങ്ക് യു.